നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽ മഴ ചതിച്ചു. വിവിധ പാടശേഖരങ്ങളിൽ വൻ കൃഷിനാശം. റേഷൻ വിഹിതം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് GSTU ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണം. മതസൗഹാർദ്ദ സന്ദേശവുമായി പാറപ്പള്ളി മഖാമുറുസിന് 16-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. രാജ്യാന്തര ഫുട്ബോൾ താരങ്ങളെത്തി. പള്ളിക്കര ഫുട്ബോൾ മേളയ്ക്ക് ആവേശകരമായ തുടക്കം. വാഹനാപകടത്തിൽ മരിച്ച ഡോക്ടർ ആശയ്ക്കും മകൻ ഹരികൃഷ്ണനും ജന്മനാട് കണ്ണീരോടെ വിട നൽകി. വാർത്തകളെ വിശദമായി. അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴയിൽ വ്യാപക കൃഷിനാശം. തകർന്നത് കർഷകരുടെ പ്രതീക്ഷകൾ. അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴ ഒഴുക്കിക്കളഞ്ഞത് കർഷകരുടെ പ്രതീക്ഷകൾ. ശക്തമായി പെയ്ത വേനൽ മഴ വൻ കൃഷിനാശത്തിന് ഇടയാക്കി. ഹോസ്ദുർഗ് താലൂക്കിലും പരിസര പ്രദേശങ്ങളിലുമാണ് വൻതോതിൽ കൃഷിനാശമുണ്ടായത്. കൊയ്യാൻ പാകമായ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് വെള്ളത്തിനടിയിലായത്. മഴ വന്നു. മഴയിൽ നിന്ന് നെല്ലെല്ലാം വെള്ളത്തിലാണ് ഉള്ളത്. കറ്റലുണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര നഷ്ടമാക്കിയിട്ടുള്ളത്. കുറേ ഏക്കർ സ്ഥലം അങ്ങനത്തെ മൂന്നിട്ട് കറ്റ വയലിലാണുള്ളത്. തറ്റ പുല്ലും ഇപ്പോൾ വയലിലാണ്. അപ്പോൾ അതിൻ്റെ വൈക്കോലും പോയി നെല്ലും പോയി ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ കൂലി കുറച്ച് അതാണ് സ്ഥിതി. ഇപ്പം മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂലി ആവശ്യം. ഇപ്പോൾ കൂലി കുറച്ച് കഴിഞ്ഞ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കൃഷിക്കാരന് വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ മഴ കൊണ്ട് ഉണ്ടായത്. ബല്ല, കാരാട്ടുവയൽ, ഐങ്ങോത്ത് പാടശേഖരങ്ങളിലും വേനൽ മഴ പ്രതികൂലമായി ബാധിച്ചു. ഇവിടെ തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ കൊയ്തെടുക്കാൻ കഴിയാത്ത നെൽവയലുകളെയും മഴ ചതിച്ചു. കിലോയ്ക്ക് 14-15 രൂപയ്ക്ക് നെല്ല് സംഭരിച്ചിരുന്ന പ്രാദേശിക കച്ചവടക്കാർ മഴയെത്തിയതോടെ നെല്ലിന്റെ വില കുത്തനെ ഇടിച്ചതും കർഷകരുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടങ്ങി. ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക, പഞ്ചസാര, ആട്ട എന്നിവ റേഷൻ കടയിൽ സർക്കാർ ചെലവിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ജില്ലാ സെക്രട്ടറി A. നടരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ചിന്തിക്കേണ്ടതാണ്. APL എന്ന് പറയുമ്പോൾ സമ്പന്ന വിഭാഗമല്ല. APL തന്നെ കഴിഞ്ഞുകൂടാൻ മാർഗമില്ലാതെ പലരും APL ഉണ്ട്. പക്ഷേ സർക്കാരിന്റെ കണക്കിൽ APL വിഭാഗം എന്ന് പറഞ്ഞ സമ്പന്ന വിഭാഗമാണ്. അതല്ല, മറിച്ച് BPL-കാരാണ് സമ്പന്നന്മാർ. കാരണം നമുക്കറിയാം, റേഷൻ കടക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം, കാറിലും ബൈക്കിലും ഓട്ടോറിക്ഷകളിലും വന്ന് ഒരാളില്ല ഒരു കാർഡിൽ 30 കിലോ അരി വാങ്ങി പോകുന്നതും അതുപോലെ തന്നെ 25 കിലോ അരി വാങ്ങി പോകുന്നതും സമ്പന്നന്മാരാണ്. അതേസമയം ഈ 1996 മുതൽ BPL സംവിധാനം നിലവിൽ വന്ന മുതൽ നാം കൊടുത്തിരിക്കുന്ന റേഷൻ കാർഡുകൾ മുഴുവൻ APL കാർഡുകളാണ്. അതിൽ തന്നെ ഒരു കൊച്ചു മൂല വെക്കാൻ പോലും കൊച്ചു മൂല പോലും ഇല്ലാത്ത എത്രയോ പാവങ്ങൾ, നമുക്ക് പട്ടിണി പാവങ്ങൾ നമുക്കിടയിലുണ്ട്. അത് നമുക്ക് ആ യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. താലൂക്ക് പ്രസിഡന്റ് K. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. K. രാജേന്ദ്രൻ, CK. ഉഷ, സതീശൻ ചാലിങ്കാൽ, സുരേശൻ മേലാങ്കോട്, സുരേശൻ അമ്പലത്തറ, ഗംഗാധരൻ മാണിയാട്ട് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ജില്ലാ സമ്മേളനം നടന്നു. സംസ്കൃത ഭാഷാ സ്നേഹികളായ ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിലാണ് ജില്ലാ സമ്മേളനം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറോടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് സംസ്കൃത ഭാഷ ഭാരതത്തിൽ ഉടലെടുത്തു വരുന്നതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പൗരാണിക ഗ്രന്ഥങ്ങളായ ഇതിഹാസം, മഹാഭാരതം, രാമായണം
ലോകത്ത് എന്ത് സംഭവിച്ചാലും എങ്ങനെ പോയാലും മഹാഭാരതത്തെയും അതുപോലെ രാമായണത്തെയും ഉള്ള കാര്യങ്ങൾ പഠിച്ചാൽ, സംസ്കൃത ഭാഷ പഠിച്ചാൽ ലോകം നന്നായി പോകുമെന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയമില്ല. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ KCK രാജ അധ്യക്ഷത വഹിച്ചു. സംഘടനാ കാര്യദർശി സുരേഷ് N മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീഹരി ഭട്ട്, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KM മാധവൻ നമ്പൂതിരി സ്വാഗതവും TP പത്മകുമാർ നന്ദിയും പറഞ്ഞു. കാസ്ക് കല്ലിങ്കാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പള്ളിക്കരയിൽ ആവേശകരമായ തുടക്കം. വിളംബര ജാഥ നടന്നു. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയ അൽ ഹിലാൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ഉദുമ MLA K കുഞ്ഞിരാമൻ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ KEA ബക്കർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് മുഖ്യാതിഥിയായിരുന്നു. ഹിലാൽ ഗ്രൂപ്പ് ചെയർമാൻ ഹിലാൽ ഹംസയെ KSFA പ്രസിഡന്റ് എളയെടുത്ത് അഷ്റഫ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ കുന്നൂച്ചി കുഞ്ഞിരാമൻ, MA ലത്തീഫ്, KV കുഞ്ഞിരാമൻ, ഹക്കീം കുന്നിൽ, ബേക്കൽ SIP നാരായണൻ, MA സാലിഖ്, സിദ്ദിഖ് പള്ളിപ്പുഴ, സോളാർ കുഞ്ഞാമുഹാജി, കപ്പണ മുഹമ്മദ് കുഞ്ഞി, ഹനീഫ കുന്നില എന്നിവർ സംസാരിച്ചു. KBM ട്രോഫിക്കും സിറ്റി സെന്റർ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി 18 ടീമുകൾ മത്സരിക്കുന്ന പള്ളിക്കര ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം നൈജീരിയ, ലൈബീരിയ, ഘാന, സുഡാൻ എന്നീ വിദേശ രാജ്യങ്ങളിലെ താരങ്ങളും വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി ജേഴ്സി അണിയും. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനത്തെ ടീമുകളാണ് മത്സരിക്കുന്നത്. ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിളംബര ജാഥയും നടന്നു. സൗജന്യ സ്ത്രീരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സഞ്ജീവനി മെഡിക്കൽ ട്രസ്റ്റിന്റെയും പെരിയ ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഷ്മ സുവർണയാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തപരമായിട്ടുള്ള പല മേഖലകളിൽ നമ്മുടെ കാരുണ്യ പെൻഷൻ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ഒട്ടനവധി ആനുകൂല്യങ്ങൾ പലർക്കും പല തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ രോഗികളായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. എത്ര സാമ്പത്തിക ചെലവുള്ള ശസ്ത്രക്രിയ പോലും സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മേഖലയിൽ നമ്മുടെ നാട് നേടിയിട്ടുള്ള അംഗീകാരം, ആരോഗ്യ മേഖലയിൽ നേടിയിട്ടുള്ള പ്രശംസനീയമായിട്ടുള്ള അംഗീകാരങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. പെരിയ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഭാസ്കരൻ ചാലിങ്കാൽ അധ്യക്ഷത വഹിച്ചു. പെരിയ ലയൺസ് ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് പ്രമോദ് പെരിയ സൗജന്യ മരുന്ന് വിതരണം നടത്തി. നാരായണൻ കുളങ്ങര, T രാമകൃഷ്ണൻ, M കുമാരൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. P ചന്ദ്രൻ സ്വാഗതവും A രവികുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിഷുക്കിറ്റ് വിതരണവും ചെയ്തു. രോഗനിർണയ ക്യാമ്പിൽ ആവശ്യമായ രക്തപരിശോധനയും സൗജന്യമായി നടത്തി. പടിഞ്ഞാറേക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. പടിഞ്ഞാറേക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ മെയ് 13 തുടങ്ങും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആഘോഷ പരിപാടികളുടെ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം കൽപ്പക അശോകനിൽ നിന്നും തുക സ്വീകരിച്ച് ക്ലബ് പ്രസിഡന്റ് രാജൻ പടിഞ്ഞാറേക്കര നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ SK കുട്ടൻ, ഭാരവാഹികളായ AM ബാലചന്ദ്രൻ നായർ, AM ലോഹിതാക്ഷൻ നായർ, കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. GSTUവിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും ഒരുക്കി. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് GSTU ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. GSTU സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ നേതാക്കളെ യോഗത്തിൽ അനുമോദിച്ചു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകും. എപ്പോഴാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഒരു ലാസ്റ്റ് പീരീഡാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാഗ്രഹമുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടില്ല. ന്യായമാണെന്ന് കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചെരിതിരിവ് വരുമ്പോൾ പ്രതിപക്ഷം അത് അംഗീകരിക്കില്ല. പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അത് അംഗീകരിക്കില്ല. അവർ ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അവസാന കാലത്ത് അവർക്ക് മുൻപത്തെ UDF സർക്കാരിനെ പോലെയല്ല. സംസ്ഥാന പ്രസിഡന്റ് TS സലീം ഉപഹാരം സമർപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. LDC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ധനേഷിനെ അനുമോദിച്ചു. സംസ്ഥാന സെക്രട്ടറി K സരോജിനി, PV ജനാർദ്ദനൻ, TM സദാനന്ദൻ, AJ പ്രദീപ് ചന്ദ്രൻ, KC സെബാസ്റ്റ്യൻ, V കൃഷ്ണൻ, V ബാലകൃഷ്ണൻ, സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു.
ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ സ്വാഗതവും രാജീവൻ നന്ദിയും പറഞ്ഞു. പാറപ്പള്ളി മഖാമുറുസും മതപ്രഭാഷണവും ഏപ്രിൽ 16 മുതൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പാറപ്പള്ളി മഖാം ഉറൂസും മതപ്രഭാഷണവും ഏപ്രിൽ 16 മുതൽ 20 വരെ നടക്കുമെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 16 രാവിലെ 10 മണിക്ക് മഖാം സിയാറത്തിൽ പാറപ്പള്ളി ഖത്തീബ് അബ്ദുൾ റാഷിദ് അൽ ഖാസിമിയുടെ നേതൃത്വത്തിൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ഖാലിദ് പാറപ്പള്ളി പതാക ഉയർത്തുന്നതോടെ 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന് തുടക്കമാവും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് A മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി വെളിമ്പ്രയുടെ മതപ്രഭാഷണവും നടക്കും. 20 നടക്കുന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. ട്രഷറർ പാലക്കി കുഞ്ഞഹമ്മദ് ഹാജി മുഖ്യ അതിഥിയായിരിക്കും. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് പ്രഭാഷണം നടത്തും. വൈകുന്നേരം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷൈഖൂന മാണിയൂർ അഹമ്മദ് മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ മൗലിദ് പാരായണവും കൂട്ടപ്രാർത്ഥനയും നടക്കും. വൈകുന്നേരം 4:30 അന്നദാനവും നടക്കും. ഏപ്രിൽ 16 രാവിലെ 9 മണിക്ക് മഖാം സിയാറത്തോടുകൂടി ആരംഭിക്കുകയാണ്. 9:30 ജമാഅത്തിന്റെ TK ഖാലിദ് സാഹിബ് പതാക ഉയർത്തുന്നു. അന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അന്നത്തെ ദിവസം പ്രമുഖ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രഭാഷണം നടത്തുന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അബൂബക്കർ, മുഹമ്മദ് കുഞ്ഞി, അബ്ദുൽ അസീസ്, അബ്ദുൾ റഹ്മാൻ, TK ഇബ്രാഹിം, ഹസൈനാർ, ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് പൈക്കം മണവാട്ടി BV മഖാം ഉറൂസിന് തുടക്കമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഉറൂസ് നഗരിയിലേക്ക് എത്തുന്നത് ആയിരങ്ങൾ. പൈക്കം മണവാട്ടി BV മഖാം 75ാമത് ഉറൂസിന് തുടക്കമായി. മഖാം കമ്മിറ്റി പ്രസിഡന്റ് BA അബ്ദുൾ റസാഖ് പതാക ഉയർത്തിയതോടെയാണ് 7 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന് തുടക്കമായത്. ചടങ്ങിൽ പൈക്കം കാസി ഹാജി അസയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PM മുഹമ്മദ് കുഞ്ഞി, മുദ്രിസ് PA സുബൈർ ദാരിമി, കമ്മിറ്റി സെക്രട്ടറി അനീഫ് കരിങ്ങപ്പള്ളം, അബ്ദുൽ കുഞ്ഞി കൊയർക്കൊച്ചി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ ഖാൻ പൈക്ക, BA റഹ്മാൻ, അബൂബക്കർ BT എടുക്ക, ഇബ്രാഹിം പൈക്ക, BK ബഷീർ പൈക്ക, ജുനൈദ് പൈക്ക തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി മംഗലാപുരം കാസി ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ ഉറൂസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാണികളിൽ ആവേശം വിതറി സെഫിൻ മെമ്മോറിയൽ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. ABC കാലിക്കടവിന് ഉജ്ജ്വല വിജയം. കൊളവയൽ AKG മെമ്മോറിയൽ റെഡ് ഹൗസിന്റെ നേതൃത്വത്തിൽ നടന്ന സെഫിൻ മെമ്മോറിയൽ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. FC ചീമേനിയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി ABC കാലിക്കടവ് ജേതാക്കളായി. ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി, ഹൊസ്തർഗ് CI U പ്രേമൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മധു കൊളവയൽ അധ്യക്ഷത വഹിച്ചു. ഷാജി കൊളവയൽ, PK കണ്ണൻ, ഗംഗാധരൻ കൊളവയൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇരു ടീമുകളുടെയും കരുത്തുറ്റ പോരാട്ടം കാണികളിൽ ആവേശം വിതറി. മുഹമ്മദ് കുഞ്ഞി നീലേശ്വരത്തിന്റെ കഥാസമാഹാരം കാരുണ്യം പ്രകാശനം ചെയ്തു. കേരള നവോത്ഥാന പരിഷത്താണ് നീലേശ്വരത്ത് നടന്ന പരിപാടി സംഘടിപ്പിച്ചത്. നീലേശ്വരം ജനതകലാ സമിതിയിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരന് നൽകിയ ദേശാഭിമാനി എഡിറ്റർ AV അനിൽകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു. ഞാൻ പുസ്തകത്തിന്റെ ആശംസകളൊന്നും ഞാൻ അർപ്പിക്കാറില്ല. അതൊക്കെ അതിൻ്റെതായ വഴി അത് അതിജീവിച്ചുകൊള്ളും. ഈ പുസ്തകം എഴുതിയ മുഹമ്മദ് കുഞ്ഞിയോട് എൻ്റെ സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഇവിടെ എത്തിയ നിങ്ങളെല്ലാം നല്ല ചുട്ടുപൊള്ളുന്ന ഒരു ഞായറാഴ്ച നല്ല ദിവസം ഇത്രയും ആളുകൾ ഒന്നിച്ച് കൂടിയിരിക്കുക എന്നത് തന്നെ ആഹ്ലാദകരമാണ്. ഈ ആഹ്ലാദത്തിൽ വളരെ ദൂരത്ത് വന്ന ഞാൻ പങ്കെടുത്തുകൊണ്ട് ഇടവാകുന്നു. നന്ദി, നമസ്കാരം. UVG മടിക്കൈ അധ്യക്ഷനായി. സുബൈദ നീലേശ്വരം, KCS നായർ, പ്രൊഫസർ S സലീംകുമാർ, NP അബ്ദുൽ ഹമീദ്, ഡോക്ടർ P രാജൻ, ബാബു കോഹിനൂർ, അജ്ന ശിഖാമണി, സന്തോഷ് ഒഴിഞ്ഞവളപ്പ് എന്നിവർ സംസാരിച്ചു. VV കമലാക്ഷൻ സ്വാഗതവും കഥാകൃത്ത് മുഹമ്മദ് കുഞ്ഞി നീലേശ്വരം നന്ദിയും പറഞ്ഞു. മണൽ ഘടികാരം നോവൽ, ലേഖന സമാഹാരമായ വടക്കൻ ചിന്തകൾ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. മുഹമ്മദ് കുഞ്ഞി നീലേശ്വരത്തിന്റെ 3ാമത്തെ പുസ്തകമാണിത്.
അഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിക്കറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സൂപ്പർ 6 ഗ്രൗണ്ട് ഷോട്ട് ക്രിക്കറ്റ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. അജാനൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. 50ാം വാർഷികം 2015 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ഒരു വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തണമെന്നാണ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഒരു വലിയ കലാപരിപാടി ഇവിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുകയും അതുപോലെ അതിനുശേഷം നിരവധി കലാപ്രവർത്തനങ്ങളും അതുപോലെ ജനങ്ങളെ ആകർഷിക്കപ്പെടുന്ന നിരവധി പരിപാടികളും നടത്തിവരികയാണ്. കെ വി സുരേശൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം BP പ്രശാന്ത് കുമാർ, അഡ്വക്കേറ്റ് G യദുനാഥ്, P നാരായണൻ, IK പ്രദീപ് എന്നിവർ സംസാരിച്ചു. P രാഘവൻ സ്വാഗതം പറഞ്ഞു. നീലേശ്വരം തൈക്കടപ്പുറം പ്രതിഭ ക്ലബ്ബ് സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോളിൽ മരക്കാപ്പ് കടപ്പുറം സി ബ്രദേഴ്സ് ജേതാക്കളായി. ഒഫൻസ് കീഴൂരിനെ പരാജയപ്പെടുത്തിയാണ് സി ബ്രദേഴ്സ് വിജയകിരീടം ചൂടിയത്. ഡോക്ടർ TK ചന്ദ്രശേഖരൻ സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആതിഥേയർ ഉൾപ്പെടെ 14 ടീമുകളാണ് മത്സരിച്ചത്. ആവേശകരമായിരുന്നു കലാശക്കളി. നിശ്ചിത സമയത്തിനകം ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനില പാലിച്ചു. പെനാൽറ്റി കിക്കിൽ 4-നെതിരെ 5 ഗോളുകൾക്കാണ് സി ബ്രദേഴ്സ് ഒഫൻസ് കീഴൂരിനെ പരാജയപ്പെടുത്തിയത്. സമാപന പരിപാടിയിൽ കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DVSP സുകുമാരൻ വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു. കലാരംഗത്തും അല്ലെങ്കിൽ കായിക രംഗത്തുമുള്ള ഒരു ക്ലബാണ് തൈക്കടപ്പുറം പ്രതിഭ. അത് ഈ നാട്ടിലെ ഓരോ മണൽത്തരികൾക്കും അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഉള്ളിലും വളരെ ആഴത്തിൽ തന്നെ വേരൂടിയിട്ടുള്ള മറ്റ് പ്രദേശങ്ങളിലുള്ള ഒരു സംഘടനകളെക്കാളും എല്ലാ പ്രവർത്തന മേഖലയിലും തൈക്കടപ്പുറം പ്രതിഭ അതിൻ്റെ മാറ്റി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. നമുക്കൊക്കെ തൊട്ടടുത്ത പ്രദേശത്തുള്ള നമുക്കൊക്കെ അസൂയ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എത്രയോ വർഷം മുമ്പ്, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, നമ്മളെല്ലാം ചെറുപ്പകാലത്തെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ് പ്രതിഭ. അതിൽ ഈ പ്രതിഭയുടെ അവരുടെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവർത്തന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രംഗത്തായാലും പല പല വ്യത്യസ്ത മേഖലകളിലേക്ക് പ്രതിഭത്തിന്റെ പ്രവർത്തനം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് KV സുരേഷ് കുമാർ അധ്യക്ഷനായി. തൈക്കടപ്പുറം PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DG രമേശ്, നീലേശ്വരം നഗരസഭാ കൗൺസിലർ KV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആശയുടെയും മകൻ ഹരികൃഷ്ണന്റെയും മൃതദേഹം കാഞ്ഞങ്ങാട്ട് പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചിറ്റൂരിൽ കാർ അപകടത്തിൽ മരിച്ച കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആശയുടെയും മകൻ ഹരികൃഷ്ണന്റെയും മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട്ടെത്തിച്ചു. മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. തിരുപ്പതി സന്ദർശനത്തിന് പോവുകയായിരുന്ന ഡോക്ടർ ആശയും ഭർത്താവ് ഡോക്ടർ T സന്തോഷും സഞ്ചരിച്ച കാർ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടത്തിൽപ്പെട്ടത്. ഡോക്ടർ സന്തോഷും ഡോക്ടർ ആശയും മകൻ ഹരികൃഷ്ണനും തൽക്ഷണം മരണപ്പെട്ടിരുന്നു. ഇളയ മകൻ അശ്വിൻ സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. 10 വർഷത്തോളമായി ഡോക്ടർ ആശ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച ഡോക്ടർ ആശയുടെയും മകൻ ഹരികൃഷ്ണന്റെയും മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, നഗരസഭാ അധ്യക്ഷ K ദിവ്യ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സർവീസ് സംഘടനാ പ്രവർത്തകരും എത്തിയിരുന്നു. തുടർന്ന് നീലേശ്വരം പാലായിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഡോക്ടർ സന്തോഷിന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട റാന്നിയിലേക്ക് കൊണ്ടുപോയി. ഫ്രണ്ട്സ് മുറിയനാവിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്തരമലബാർ അമേച്ചർ നാടക മത്സരം ഏപ്രിൽ 15-ന് തുടങ്ങും. നാടക മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഫ്രണ്ട്സ് മുറിയനാവി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്തര മലബാർ അമേച്ചർ നാടക മത്സരം ഏപ്രിൽ 15-ന് നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബിന്റെ മുൻകാല നാടക പ്രവർത്തകരായ കെ ഗംഗാധരൻ, എബ്രഹാം, കെ പി അച്യുതൻ, കെ ചന്ദ്രൻ, സത്യപാൽ, പി കെ സുബൈർ, സുകുമാരൻ, രമേശൻ എന്നിവരെയും ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ എം വി പ്രതീഷിനെയും ആദരിക്കും. ഏപ്രിൽ 15-ന് നെരൂദ കുറ്റിക്കോലിന്റെ മൃത്യുഞ്ജയ നാടകത്തോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് മറുപിറവി, അവസാനത്തെ ഉറവ, സമസ്യാപുരണം തുടങ്ങിയ നാടകങ്ങളും അരങ്ങേറും. മികച്ച നടൻ, നടി, സംവിധാനം തുടങ്ങിയ അവാർഡുകളും നാടക മത്സരത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 2015-ൽ വിവിധ കലാകായിക പരിപാടികളോടെ സൗഹൃദ വർഷമായി ആചരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആക്രമിക്കപ്പെടുകയും നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത ഒരു ക്ലബ്ബ് കൂടിയാണ് ഫ്രണ്ട്സ് മുറിയന. അപ്പം അതിൻ്റെ പ്രയാസങ്ങളെല്ലാം മറികടക്കുന്നതിനു വേണ്ടിയും ഈ കലാപത്തിൻ്റെ ഭാഗമായി ആ പ്രദേശത്തെല്ലാം ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ ഇടയിൽ വന്നിട്ടുള്ള ശത്രുതാപരമായ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സൗഹൃദ വർഷമായി ആചരിക്കണമെന്നൊരു തീരുമാനം ഫ്രണ്ട്സ് മുറിയനാവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായി 2 പരിപാടികൾ ഇതിനകം തന്നെ കഴിഞ്ഞു. 3ാമത് പരിപാടിയാണ് ഉത്തര മലബാർ അമേച്ചർ നാടക മത്സരം 2015 ഏപ്രിൽ 15, 16, 17 തീയതികളിലായി നടക്കാൻ വേണ്ടി പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ പി കെ നിഷാന്ത്, എ വി രാമചന്ദ്രൻ, എം അസൈനാർ, പി കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് മൊബൈൽ കടയിൽ മോഷണം. കടയിൽ നിന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും മോഷണം പോയി. കാസർഗോഡ് നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷന് സമീപത്തുള്ള കൊറക്കോട് ബിലാൽ നഗറിലെ പി എ മുഹമ്മദ് സൂഫിയുടെ കടയിലാണ് മോഷണം നടന്നത്. രാവിലെ കട തുറന്നപ്പോഴാണ് കവർച്ച നടന്ന വിവരം പുറത്തറിയുന്നത്. ഒരു ലാപ്ടോപ്പും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളും മോഷണം പോയതായി ഉടമ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കടയുടെ മേൽക്കൂരയിലെ ഓട് ഇളക്കിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 2 വർഷം മുമ്പും ഇതേ കടയിൽ മോഷണം നടന്നിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മധുരക്കാട് തെക്കിലം തറവാട്ടിൽ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. മധുരക്കാട് തെക്കിലം തറവാട്ടിൽ 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനം. കളിയാട്ട മഹോത്സവത്തിൽ ഇരട്ടക്കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പൊട്ടന്തെയ്യം, വിഷ്ണുമൂർത്തി, ചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടി. അനുഗ്രഹം തേടി നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ മഴ ചതിച്ചു. വിവിധ പാടശേഖരങ്ങളിൽ വൻ കൃഷിനാശം. റേഷൻ വിഹിതം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് GSTU ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണം. മതസൗഹാർദ്ദ സന്ദേശവുമായി പാറപ്പള്ളി മഖാം ഉറൂസിന് 16-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. രാജ്യാന്തര ഫുട്ബോൾ താരങ്ങളെത്തി. പള്ളിക്കര ഫുട്ബോൾ മേളയ്ക്ക് ആവേശകരമായ തുടക്കം. വാഹനാപകടത്തിൽ മരിച്ച ഡോക്ടർ ആശയ്ക്കും മകൻ ഹരികൃഷ്ണനും ജന്മനാട് കണ്ണീരോടെ വിട നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.